ചമ്മയുടെ അലക്കാറന്ന് അടുത്ത മഴ വന്നുണ്ട് കേട്ടോ. ഉണങ്ങട്ടെ, കഴുകിയിടാം. കഴുകാൻ നടക്കണ്ടല്ലോ, ഉണങ്ങുമ്പോൾ എടുക്കാം. ആരാണെന്നറിഞ്ഞില്ല, കാലത്തെ വന്നതാണ്. ആരാ അച്ചാമ്മ? വീശാനായിട്ട് ആരാണ്ട് കാലത്തെ വന്നതാണ്. കാലമൊക്കെ നിറഞ്ഞ് കിടക്കി വെളുപ്പം കാലത്ത് എത്തിയതാണ്. ആ ശരിയാണല്ലോ, കലമൊക്കെ നിറഞ്ഞ കിടപ്പുണ്ട്. നേരം വെളുത്തപ്പോ വന്നതാണ്. 3-4 പേരുണ്ട്. ആരാന്നറിയാമല്ലോ ചാമ്മേ, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ആരെങ്കിലും ആട്ടെ, ചെയ്ത പണിയൊന്ന് തീർത്തേ. അതുകൊള്ള എന്നെ നോക്കാൻ വേണ്ടി വിളിച്ചെടുത്തിട്ട് ഇപ്പൊ എന്റെ പേരിൽ കുറ്റുപോയാ? ഞാൻ വിളിച്ച എന്തെങ്കിലും കേട്ട അപ്പൊ തന്നെ ഓടി ഇങ്ങോട്ട് പോരും. ഓടി കൊറ്റ അല്ല, പിന്നെ എന്തെങ്കിലും ചെയ്ത് നിക്കണത് ഇട്ട് വെച്ചും എന്തെങ്കിലും കേക്കാൻ പോടിയോ. എന്താ പൊന്നെ, ഇതെന്ത് മീനാണ്? ഇത്ര വലിയ മീനാ? എന്താടി ഒരു വലിയ മീനച്ചാമ്മേ. എവിടെയാടി? എവിടെ? അവിടെ നിപ്പണ്ടായിരുന്നു, അച്ചാമ്മനെ കണ്ടപ്പോ പോയെന്നു. കാലത്ത് കളിക്കല്ലേ. അനി ആരച്ചാമ്മനായിട്ട് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ? ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓടി പറഞ്ഞേണ്. പോയലക്കിയിട്ട് ചെല്ലു. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മൂത്തവരെ നാളെയാക്കണം. അച്ചാമ്മേ വാ, കഞ്ഞി കുടിക്ക. വന്നു വെച്ചേ, വെയിൽ വന്നിട്ടുണ്ടല്ലോ, കൂടി കഴുകിട്ട് വരാം. ഞാന് ഇന്നലെ കടയിൽ പോയില്ലേ, പക്ഷെ നമ്മുടെ കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. അലുമിനിയാ? രാധാമണി ചേച്ചിനെ. ഞാനങ്ങുള്ളവരിപ്പം മിണ്ടിയാൽ ആ കൂട്ട് നിർത്തിയ. അവളെന്നെ കണ്ടിട്ടേ കാണാത്ത കണക്കും. കണ്ടു കാണിയല്ലായിരിക്കും. ഞാനും കണ്ടിട്ടില്ല. അച്ചാറ് നല്ല അച്ചാറാ വെച്ച്. ഇതെവിടുന്ന് വല്ല എവിടുന്ന്? ഇന്നലെ അമ്മ അടിച്ചു വെച്ചാണ് കൊച്ചെ. കുറേ ദിവസമായിട്ട് ഞാൻ ഓർക്കണം, അവിടെ കുറേ പള്ളത്തി നിൽപ്പുണ്ട്. ഇനി മഴക്കാലമൊക്കെ അല്ലേ വന്നത്, ഇടക്കിടക്ക് മീനൊക്കെ പിടിക്കുക. ഒരു വല ശരിയാക്കി വെച്ച ആരുടെയും വല ചോദിച്ച് നടക്കണ്ടല്ലോ. ഇത് പിടിച്ചേടി. ഇത് ഈ നൂലേ അറ്റം വരെ അങ്ങോട്ട് കോർക്കണം. ഈ നൂലാ? ആ അറ്റം വരെ കോർക്കാനാ? അതിലും മാർക്കറ്റിൽ പോയിട്ട് വല്ലതും വാങ്ങണല്ലേ? അതെ, ഉള്ളല്ല. നീ എനക്കത് വലിച്ചു പിടിച്ചാൽ മതി. മര്യാദക്ക് വലിച്ചു പിടിക്കടി. തുടങ്ങി. ഞാൻ എന്താ ചെയ്യണ്ട ശരിക്കും? പടം വലിക്കാനല്ലേ പറഞ്ഞു, വലിച്ചു പിടിക്കാനാ. 50. ഓ, ഇത്ര ഉണ്ടായിരുന്നല്ല. ഇത് ഭയങ്കര സിമ്പിളല്ലേ? ഇതിനാണ് ഇവിടെ കിടന്നുകൊണ്ട് ഇത്ര ഷോ കാണിച്ചത്. ഇനിയും വീണ്ടും 50 കുറക്കണം, എന്നിട്ട് പിന്നെ പൊങ്ങിടണം. 2. അച്ചാമ്മ നേരത്തെ വല്ല പണികാരത്തിയായിരുന്നല്ലേ? ഇത് ഓരോരുത്തർ ചെയ്യണ കാണുമ്പോൾ നോക്കാൻ പഠിക്കണം. 5. 36.
47 അത് കൊള്ളാം. കുത്തിയിരുന്ന് ഉറങ്ങണം. ഉറങ്ങണല്ല അഞ്ഞടി, ഞാൻ മീനെ പിടിക്കുന്ന കാര്യം അങ്ങനെ ആലോചിച്ചു. ആ ഇതെനിക്ക് മനസ്സിലായി. 47 ലാസ്റ്റ് ടൈം കൂടി കുറത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം കൂടി കോർത്തെന്ന. അതാ വയറും കൂടി എടുത്ത് അതിൻ്റെ അടിയിലും കൂടി കോർക്ക്. ഇനി അതും കൂടി കോർക്കണം അടിയിൽ. പിന്നെ അടിയിൽ കോർക്കാതെ എങ്ങനെയാണ്? ചമ്മൊരു കാര്യം ചെയ്യും. അപ്പൊ ആ എടുത്തോണ്ട് വന്ന് കിടക്ക്, വെറുതെ ഇരുന്ന് തൂങ്ങണ്ട. അകത്തോട്ട് കയറ്റി പോന്നില്ലേ? ഇത്ര ഇതാണ് ഉള്ളത്. അപ്പം ഇത്രയായിട്ടേ നമ്മളെടുത്ത് 3-4 കെട്ട് കെട്ടി കഴിയുമ്പോൾ മനസ്സിലേ ഇതേ ഇങ്ങനെ വലിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ മീൻ ഇവിടെ മുട്ടുമ്പോൾ അത് പോകും. അതേ സമയത്ത് ഇങ്ങനെ കുടുങ്ങി കിടന്നു കഴിഞ്ഞെന്നാൽ മീൻ മുട്ടി അവിടെ തന്നെ കിടക്കും വളർത്തി. കണ്ട അതപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചേക്കണേ. ആ കയറ് കൊണ്ട് കെട്ടണ്ടേ? അച്ചാമ്മയുടെ വലയിടൽ എന്തായാലും തീർന്നു കിട്ടിയല്ലേ. ആ മഴ വന്നതിനിപ്പോൾ എന്ത് ചെയ്യാനാ? മീനിവിടെ നിൽപ്പുണ്ട്. എന്തായാലും നാളെ ഇടാം. അല്ലെങ്കിൽ രാവിലെ ഇടാം. ഇനിയിപ്പോൾ ഈ രാത്രി ഇട്ട ചീഞ്ഞു പോകും. എന്നെ കൊണ്ട് മേലെ രാത്രി വിട്ടത് കൊച്ചു അവിടെ ഒരു മീൻ ചാടിയ കണ്ടാടി. അവിടെയല്ലേ? വെറുതെ അല്ല, അവിടെ ആരാണ്ട് കൊണ്ട് വലിയ നീട്ടിയിട്ടുണ്ട്. മരക്കെ എപ്പം കൊണ്ട് നീട്ടണം എന്നറിഞ്ഞില്ല. നമ്മളൊരു വല ഉണ്ടാക്കി വെച്ചിട്ടൊന്നും നീട്ടാൻ സാധിച്ചിട്ടില്ല. അല്ല സമയ തുണിയൊക്കെ എടുത്തിട്ടായിരുന്ന അത് ഞാനെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഉണങ്ങിയെങ്കിലേ എടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഡ്രയറുള്ള വാഷിംഗ് മെഷീൻ വാങ്ങിക്കായിരുന്നെങ്കിലേ എന്തെല്ലാം ഉണക്കി തന്നെ. എടി ശ്യാമ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് 2 വാതിലുള്ളത്, ഡബിൾ ഡോറിന്റെ. നമുക്കൊരെണ്ണം മേടിച്ചായിരുന്നെങ്കിൽ അതിരിക്കട്ടെ, എന്തെങ്കിലും വെക്കാല്ല. നിനക്കൊരു വാതിലുള്ള എടുക്കാം, എനിക്കൊരു വാതിലുള്ള എടുക്കാം. അപ്പൊ അതിൽ താമസിക്കുകയും ചെയ്യാം. താമസിക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. അവര് മേടിച്ചല്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കണം. ആയിരിക്കട്ടെ. ഒരു 2-3 ദിവസം കൂടി കഴിയുമ്പോൾ കോളേജും തുറക്കും. അത് നല്ലതല്ലേ? എന്ത് കോളേജ് തുറക്കണതാ? അവിടെ വരെ പോയി തന്നെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്കിഷ്ടം. ഇത് കോളേജ് തുറക്കണത് ആണ് എനിക്കിഷ്ടം. എൻ്റെ പുറകെ ഞാൻ നടക്കണ്ടല്ലോ. മതി, നേരം ഇല്ല, അരി വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി നോക്കാം. ആദ്യം ഒരു ഇത്തിരി നേരം നോക്കിട്ട് തന്നത്. കോളേജ് തുറന്നിങ്ങനെ നോക്കാൻ പറ്റിയല്ലോ ഏട്ടാ പറഞ്ഞത്. മഴ തുറന്നിട്ടുണ്ട്. വലയിട്ട് നോക്കാം, വല്ല കറച്ച് നോക്കാം. എന്നേരി മതി. കോളേജ് തുറക്കുമ്പോഴെ തന്നെ വിളിച്ചേക്കരുത് കേട്ടോ, ഞാനൊന്നും നേരിയ. എളുപ്പമായിട്ട് വെച്ച് ഇപ്പം പള്ളത്തിയൊക്കെ വന്ന് കാണും. ഇല്ല, അപ്പുറത്ത് കൂടി ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് ഇടാം. ഞാനല്ലേലും വന്നില്ല. ഇത് അങ്ങോട്ട് താഴത്തേക്ക് ഇടാൻ.
കൂടി അതിൻ്റെ അറ്റൊന്ന് കെട്ടിയിട്ടരുത്. ആ ചമ്മേ ആ അടുത്ത മഴ വന്നുണ്ട്, പെട്ടെന്ന് കിട്ടിയിട്ട് വാ. ആ ആ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പൂക്കാൻ നേരം വള്ളത്തി ഉണ്ടാവും. വള്ളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കരിമീനൊന്നും നമ്മൾ ഉണ്ടാവും. വള്ളത്തി വിലയിലേ മേടിച്ചത്. പിന്നെ കരിമീൻ കിട്ടണമെങ്കിൽ വല്ല ഭാഷകേടിനും വന്ന് മുട്ടയെ കിട്ടി. എടീ നിവി, ഒരു പാത്രം എടുത്തോണ്ട് പോരെ. കിട്ടിയാ എന്തേലും? ആ വാ. ഒന്നുമില്ല ഇതിനകത്ത്. ഒന്നുമില്ല. ഇത് അതിലൊരെണ്ണം കിടക്കണം. ഇത് ഇത് ആ വലിയ വെള്ളത്തിയാണ്, പക്ഷെ കുറവാണെന്ന് പായൽ കിടക്കണുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിലും കിട്ടി, എല്ലാ കണ്ണിക്കും പോലെ വള്ളത്തിൽ കിട്ടിയ. നമ്മളെ വല്ല എന്തായാലും വിജയിച്ചല്ലേ ചാമ. ഇനി ഇത് കഴിയുമ്പോഴേ ആ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് മഴക്ക് പൂതിയൊക്കെ പിടിക്കാം. ആ വെള്ളത്തിൽ കിട്ടും. ഞാനിത് വെട്ടി വെച്ചിട്ട് കുളിക്കാം. ആ. അപ്പം നീ ഇത് വറുത്തെടുത്താൽ മതി. ആ കറി നല്ല സെറ്റാണല്ലാടി. അവിടെ ഞാൻ ഉണ്ടാക്കിയത്. അതൊന്നും കൊണ്ടല്ലേ, എനിക്ക് വിശന്നിട്ടാണ്. ഓ പിന്നെ കൊള്ളാം, നല്ലതാണ്. ഞാൻ പ്രത്യേകിച്ച് സമയം എല്ലാം കൂടെ ഞങ്ങൾ തിരുമ്പി കൂട്ടി വെച്ചു. പട്ടികളൊക്കെ നല്ല സ്ഥലം ഇപ്പൊ. എടി മഴയല്ലടിയാ വന്നത്. മഴയില്ലാത്ത പെരുമഴയാണ് വരാൻ പോണത്. ഇടിമറ്റി പോയുമ്പോ കൂരികളെ കൂടി നോക്കൊണ്ടേ കണ്ട് ഇട്ടാല. ഇപ്പൊ ഇട്ട വല നല്ല ശാകരയായിരിക്കും കൂരിട. ഓ എന്നെ കൂടെ ഒന്നും കഴിയില്ല സമയം. എനിക്ക് ഈ മഴയൊക്കെ പോയി തിരിയൊക്കെ വിട്ടുമ്പില്ലേ കുഞ്ഞു കുടിക്കണം ഉറങ്ങാൻ. കൂരിക്കറി കൂട്ടണ്ടേ അപ്പൊ? നാളെ ഒന്നും എനിക്ക് കൂടിക്കറി വേണ്ട, നമുക്ക് നാളെ കഴിഞ്ഞു കൂട്ടും.